യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവരവനെ അനുഗമിച്ചു. ഇന്നീ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന നമ്മളെ യേശു ഇങ്ങനെ വന്ന് വിളിച്ചാൽ ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിക്കുമോ? സാധ്യത കുറവാണ്. നമ്മൾ 2 പ്രാവശ്യം ആലോചിക്കും. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ആലോചിച്ച് ചെയ്യണമെന്നാണ്. തെറ്റില്ല. ഇന്ന് നമ്മൾ ഓർക്കുന്ന നമ്മുടെ പുണ്യപിതാവ് മാർ യോഹന്നാനീസ് തിരുമേനി ഇതുപോലെ വിളിച്ചപ്പോൾ ഇറങ്ങിച്ചെന്നവനാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ബലിപീഠത്തിൽ നമ്മൾ ഖബറിൻ്റെ അടുത്തുള്ള ഈ ബലിപീഠത്തിൽ നമ്മൾ ബലിയർപ്പിക്കുന്നത്. നമുക്കും പോകാം. ഇന്ന് ഈ ബലി അർപ്പിക്കാൻ വന്നവർ നമ്മളെല്ലാം അങ്ങനെ വന്നവരാ. യേശു വിളിച്ചു, എല്ലാം ഉപേക്ഷിച്ച് ഇന്നിതാ ഞാനും നിങ്ങളും ഇന്ന് ഈ ബലി അർപ്പിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. എന്നാൽ ഈ ബലിയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. സഭാ ഐക്യത്തിൻ്റെ നേതാവ് മാർ യോഹന്നാനീസ് പിതാവ് ഈ ചിന്തയുടെ ചുറ്റിപ്പറ്റി നമുക്ക് അല്പമൊന്ന് യാത്ര ചെയ്യാം. ചോദ്യം ഇതാണ്: മാർ യോഹന്നാനീസ് പിതാവിനെ സഭാ ഐക്യത്തിൻ്റെ നേതാവെന്ന് ഞാനും നിങ്ങളും വിളിച്ചാൽ അങ്ങനെ ആകുമോ? ഏതാണ്ട് 73 വർഷം കഴിഞ്ഞ് ഇന്ന് ഞാനും നിങ്ങളും വരുന്ന പിതാവിനെ സഭാ ഐക്യത്തിൻ്റെ നേതാവെന്ന ഒരു ശീർഷകം കൊടുത്ത് നമ്മൾ വയ്ക്കുകയാണ്. ആകണം. ഇല്ല എങ്കിൽ നമ്മളുടെ ഈ ചിന്തകൾക്ക് ആഴമില്ല. എന്നാൽ ഇവിടെ നിന്ന് പിതാവിന് ഈ ഒരു ആശയം കിട്ടി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ വിളിക്കാൻ കാരണമായത് എന്നീ കൊച്ചു 1-2 ചിന്തകൾ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. മാർ യോഹന്നാനീസ് പിതാവ് ഇങ്ങനൊരു വാചകം പറയുന്നു: ഒരു മുറിവെങ്കിലും ഉണക്കുന്നതിന് എൻ്റെ ശരീരം 1000 കഷ്ണങ്ങളായി മുറിക്കേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറാണ്. ഞാനൊന്ന് ആവർത്തിക്കാം. ഒരു മുറിവെങ്കിലും ഉണക്കുന്നതിന് എൻ്റെ ശരീരം 1000 കഷ്ണങ്ങളായി മുറിക്കേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറാണ്. എന്താ ധൈര്യം! തോമാസ് ലീഹ പറഞ്ഞതുപോലെ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ ഒരു ചങ്കൂറ്റം നമ്മൾ മാർ യോഹന്നാനീസ് പിതാവിൽ കാണുകയാണ്. സഭയിലുണ്ടായ അനേകം മുറിവുകൾ, അതിൽ എനിക്കൊന്ന് ഉണക്കാൻ എൻ്റെ ശരീരത്തിൽ 1000 മുറിവുകളേക്കാൻ എനിക്ക് തയ്യാറാണ്. മാർ യോഹന്നാനീസ് പിതാവ് ഈ ഒരു ചിന്തയിലേക്ക് എത്താൻ, ഈ ഒരു ധൈര്യം കാണിക്കാൻ കാരണമുണ്ട്. അതാണ് നമ്മൾ ഒന്ന് അന്വേഷിച്ചിറങ്ങാൻ പരിശ്രമിക്കുന്നത്. അതിന് മാർ യോഹന്നാനീസ് പിതാവ് സഭയെ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സഭയ്ക്ക് ഏറ്റവും മുറിവുണ്ടതിനെ കുറിച്ചാണ് മാർ യോഹന്നാനീസ് പിതാവ് പറയുന്നത്. സഭയെക്കുറിച്ച് മാർ യോഹന്നാനീസ് പിതാവിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: സഭ എന്ന് പറയുന്നത് തൃത്വത്തിലുള്ള ഐക്യത്തിൻ്റെ ഒരു കൃത്യ രൂപമാണ്. ഈ ഭൂമിയിലുള്ള രൂപമാണ് സഭ. അതിങ്ങനെയാണ് മാർ യോഹന്നാനീസ് പിതാവ് പറയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു കൂട്ടായ്മ, ആ വാക്ക് നമ്മൾ മറക്കരുത്. ഈ കൂട്ടായ്മ അതിൻ്റെ ജീവിത അനുഭവമായി ഇന്ന് നമുക്ക് കിട്ടുന്നത് സഭയിലാണ്. അതെവിടെ നിന്ന് വന്നു? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തമ്മിലുള്ള ഈ കൂട്ടായ്മ ദൈവം തന്നെ അത് ഭൂമിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്, അതിനെ താഴേക്ക് വിട്ടത്, ഭൂമിയിലേക്ക് വിട്ടത് ആദമും ഹവ്വയും സൃഷ്ടിച്ചുകൊണ്ടാണ്. പറുദീസായിൽ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ അതേ കൂട്ടായ്മ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച് ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചപ്പം ദൈവവും അവരോടൊപ്പം ചരിച്ചിരുന്നു. എന്നാൽ ആദ്യത്തെ മുറിവുണ്ടായത് അവരുടെ അനുസരണക്കേടായിരുന്നു. അവർ ദൈവത്തിൽ നിന്ന് അല്പം അകന്നുപോയി. ഈ മുറിവിനെ ഉണക്കാൻ ആദമിനും ഹവ്വയ്ക്കും പറ്റിയില്ല, പറ്റത്തുമില്ല. പിന്നെന്ത് ചെയ്യും? അതിന് ചെയ്തത് പുത്രനെ വിടുകയാണ്. പിതാവ് പുത്രനെ വിട്ടിട്ട് പറഞ്ഞു, ഇനി നീ ഇത് പോയി മുറിവുണക്കിയിട്ട് വാ. ഈ അകൽച്ചയെ തിരികെ കൊണ്ടുവരിക, ഈ കൂട്ടായ്മയെ തിരികെ കൊണ്ടുവരിക. അങ്ങനെ പുത്രനിലൂടെ, അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, അവൻ്റെ സാന്നിധ്യത്തിലൂടെ
ഈ കൂട്ടായ്മയെ തിരികെ പിടിച്ച് എന്താ സത്യം നമുക്കറിയാം. ഈ രഹസ്യത്തെ ഇന്ന് ഭൂമിയിൽ കൃത്യമായിട്ട് ഈ കൂട്ടായ്മയുടെ രഹസ്യത്തെ ഈ ഭൂമിയിൽ കൃത്യമായിട്ട് എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുന്ന ദൈവമൊരുക്കിയ സംവിധാനത്തിൻ്റെ പേരാണ് സഭ. ഇങ്ങനെയാണ് മാർ ഇവാനിയോസ് പിതാവ് സഭയെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരല്പം കൂടി ആഴത്തിലേക്ക് പോകാം. മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഈ ചിന്തയ്ക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ, ആഴമുണ്ടോ? സത്യമാണോ ഇത്? ഇങ്ങനൊരു സാധ്യതയുണ്ടോ? ഉണ്ട്. അതിൻ്റെ സാധ്യതയ്ക്ക് നമുക്ക് പൗലോസ്ലീഹായെ കൂട്ടുപിടിക്കണം. എഫേസ്യർ ലേഖനത്തിൽ നമുക്ക് പരിചിതമായ ഒരു ഭാഗമാണ് 4-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിൽ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആഴമായ ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം വെറും മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ സുഖമുണ്ടല്ലോ എന്ന് പറയുന്ന കഥയല്ല. ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് പൗലോസ്ലീഹ നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ്. അവിടെ ഒരു 7 കൂട്ടം കൂട്ടായ്മയെക്കുറിച്ചാണ് ഈ 3 വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. 4-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ പറയുന്നു, 5-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ പറയുന്നു, 6-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു. ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എഫേസ്യർ ലേഖനം 4-ാം വാക്യത്തിൽ പറയുന്ന 3 കാര്യങ്ങൾ ഇതാണ്. അതിൽ വിസിബിൾ യൂണിറ്റി, ഇൻവിസിബിൾ യൂണിറ്റി, ഇങ്ങനെ 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദൃശ്യമായ കൂട്ടായ്മ, ഐക്യം, അദൃശ്യമായ കൂട്ടായ്മ. അതിനുപയോഗിക്കുന്ന വാക്ക് പൗലോസ്ലീഹ ഇങ്ങനെ: ഒരു ശരീരം, ഒരു ആത്മാവ്. ശരീരം ദൃശ്യമായ രൂപമാണ്. സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് ഭൗതിക ശരീരം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അത് ദൃശ്യമായ ഒരു രൂപം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് വിസിബിൾ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഇൻവിസിബിൾ യൂണിറ്റിയെക്കുറിച്ച് പറയുന്നത് അതാണ് ആത്മാവിൻ്റെ ഒരാത്മാവ്, ഒരേ ഒരു ആത്മാവ്. ഇനിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ്ലീഹ ഇതിനകത്ത് ഓപ്ഷൻസ് നമുക്ക് തരുന്നില്ല. ദൃശ്യവും അദൃശ്യവും രണ്ടും കൂടെ ചേർന്നെങ്കിലേ സഭ പൂർണ്ണമാകൂ. അദൃശ്യമായതോ ദൃശ്യമായതോ മാത്രം കൊണ്ട് സഭ പൂർണ്ണമാകില്ല. അതുകൊണ്ട് ഈ യൂണിറ്റിയിൽ ദൃശ്യമായ യൂണിറ്റി, അദൃശ്യമായ ഐക്യം, ഈ രണ്ടോടൊപ്പം തന്നെ മൂന്നാമത്തേതാണ് എസ്കത്തോളജിക്കൽ യൂണിറ്റി. നമുക്കറിയാം, യുഗാന്ത്യത്തെക്കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ് എസ്കത്തോളജി. ആ ഒരു കൂട്ടായ്മ കൂടി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഒരേ പ്രത്യാശ. ഒരേ പ്രത്യാശയിലാണ്, ഒരേ പ്രത്യാശയിൽ, ഒരേ ശരീരത്തിൽ, ഒരേ ആത്മാവിൽ. ഈ 3 കാര്യങ്ങളാണ് 4-ാം വാക്യത്തിൽ 4-ാം അധ്യായത്തിൽ എഫേസ്യർ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. തുടർന്ന് അടുത്ത 3 ശ്രദ്ധിച്ചുകൊള്ളുക. 5-ാം വാക്യത്തിൽ പറയുന്ന 3 കാര്യങ്ങൾ ക്രിസ്റ്റോളജിക്കൽ യൂണിറ്റിയാണ്. ക്രിസ്തുശാസ്ത്രപരമായ ഒരു ഐക്യം. നമുക്കൊറ്റ ക്രിസ്തു, ഒരു കർത്താവേ നമുക്കുള്ളൂ. അനേകം യേശുകൾക്ക് സാധ്യതയില്ല. ഒറ്റ കർത്താവേ നമുക്കുള്ളൂ. പിന്നീട് പറയുന്ന ഇതാണ് ഡോക്ട്രിനൽ യൂണിറ്റി, വിശ്വാസപരമായ ഐക്യം. അവിടെ പറയുന്നു നമുക്ക് ഒരു കർത്താവേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ. ഈ വിശ്വാസത്തിലാണ് നമ്മൾ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നത്. ഇന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ഓർക്കുക, അതിൽ ബുദ്ധി കൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കേണ്ട ദൈവിക രഹസ്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ഡോക്ട്രിനൽ യൂണിറ്റിയോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സാക്രമെൻ്റൽ യൂണിറ്റി, കൗദാശികമായ ഒരു കൂട്ടായ്മ. അവിടെയാണ് ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം. കൂദാശയിലൂടെയാണ് യേശു ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കറിയാം, പ്രവേശക കൂദാശകൾ വഴി ഈ രഹസ്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടായേ മതിയാകും. ഇങ്ങനെ ആദ്യത്തെ 6 നമ്മൾ കാണുകയാണ് 2 വാക്യങ്ങളിൽ തന്നെ. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, ദൃശ്യമായ ഐക്യം, അതാണ് ശരീരം, ഒരേ ശരീരം. അദൃശ്യമായ ഐക്യം, ഒരേ ആത്മാവ്. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ ഐക്യം, അതാണ് ഒരേ പ്രത്യാശ. നമ്മൾ പറയുന്നത് മരിച്ചുപോയവരുടെ ഉയർപ്പും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കും. നോക്കുക,
ഇതാണ് നമുക്ക് പ്രത്യാശ തരുന്ന ഐക്യം. പിന്നീട് നമ്മൾ ഒരേ കർത്താവ്, ഒരു കർത്താവേ നമുക്കുള്ളൂ. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അഞ്ചാമത്തേത് ഡോക്ട്രിനൽ യൂണിറ്റി, ഒരു വിശ്വാസമേ നമുക്കുള്ളൂ. പിന്നീട് കൗദാശികരമായ ഐക്യം. ഇതിനേറ്റവും ഉപരിയായ ഏഴാമത്തെ കാര്യം പറയുന്നത് 6-ാം വാക്യത്തിൽ ദൈവശാസ്ത്രപരമായ തിയോളജിക്കൽ യൂണിറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരു പിതാവായ ദൈവമേ ഉള്ളൂ. അതിൻ്റെ പ്രയോഗം നല്ല രസമാണ്. അതുകൊണ്ടാണ് ഒരു വാക്യം വലിയ വാക്യമാണ്. സകലത്തിലുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്നവൻ നമ്മുടെ പിതാവായ ദൈവം ഒരുവൻ. അപ്പോൾ ചുരുക്കത്തിൽ ഈ പിതാവിലേക്കാണ്, ഈ പിതാവിൻ്റെ യൂണിറ്റി, ഒരു പിതാവേ ഉള്ളൂ. ഈ ഒരു കാര്യം സകലത്തിലുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്ന ഭാരതീയരായ നമുക്ക് ഭാരതീയ ശാസ്ത്രങ്ങളിൽ ഈ ചിന്തകൾ അദ്വൈതയിലൊക്കെ നമുക്ക് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. എന്നാൽ ഇവിടെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. മാർ ഇവാനിയോസ് പിതാവ് എടുത്ത ചിന്ത ഇതിൽ നിന്നാണ്. ഈ 7 കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബേസിക് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് തൃത്വമാണ്. ഇതിൻ്റെ ബേസിക് ഫ്രെയിം വർക്ക് തൃത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ ബേസിക് ഫ്രെയിം വർക്കിലാണ് ഈ 7 കാര്യങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത് സഭ എന്ന് പറയുന്നത് തൃത്വ ഐക്യത്തിൻ്റെ എക്സ്റ്റൻഷൻ ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നതാണ്. അതിന് മുറിവേറ്റാൽ വേദനിക്കണം. ഇനിയും ഇത്രയും നമുക്ക് മനസ്സിലായെങ്കിൽ അടുത്തൊരു കാര്യം, സത്യത്തിൽ എന്തിനായിരുന്നു മാർ ഇവാനിയോസ് പിതാവ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വേദനകളെല്ലാം അനുഭവിച്ച് പഴികളൊക്കെ കേട്ട് ഈ സഭയെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് വന്നത്? സത്യത്തിൽ വല്ല കാര്യമുണ്ട്? ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ യുവതലമുറയുടെ ഭാഷ ഞാനൊന്ന് ഉപയോഗിക്കാൻ പോവാം. ഇവിടെ ഒരു ചെറിയ ശാസ്ത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ശാസ്ത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ ജ്ഞാനം കണ്ട് അടുത്തിരുന്ന ഫരീസയരും ഒക്കെ അത്ഭുതം, ഈ ജ്ഞാനം ഇവന് എവിടെ നിന്ന് എന്ന് യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയുന്നത് എന്താണെന്നറിയാം? യേശു പറയുന്നത്, നിങ്ങളൊന്നും പഠിക്കുന്നത് എൻ്റേതല്ല, ഇതെൻ്റേതല്ല, പിതാവിനെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനകത്ത് ഒളിച്ചു കിടക്കുന്ന ശാസ്ത്രം നോക്കിക്കേ. ഇതായി കാര്യം പറയുന്നത്, പിതാവിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് കേട്ടോണ്ടിരുന്നവരോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർ എന്നെ നിങ്ങൾ മനസ്സിലാക്കും, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കും. അവിടെ നിങ്ങൾ നിങ്ങളുടെ മഹത്വമല്ല സ്വീകരിക്കുന്നത്, എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവർ, അവനവൻ്റെ മഹത്വം സ്വീകരിക്കുന്നവർ എനിക്ക് യോഗ്യനല്ല. ഇത് മനസ്സിലാകില്ല പൂർണ്ണമായിട്ട്. ഈ 2000 വർഷത്തെ സഭാചരിത്രം എടുത്തു കഴിഞ്ഞാൽ യേശുവിനെ അറിയാമെന്ന് പറയുന്നവർ ചിലപ്പോഴെങ്കിലുമൊക്കെ അവനവൻ്റെ മഹത്വത്തിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് സഭയിൽ മുറിവുണ്ടാകാൻ തുടങ്ങിയത്. അന്നേരം നമ്മൾ പറയാൻ തുടങ്ങി, ഇത് മെത്രാൻ്റെ ആളാണ്, ഇത് പാത്രിക്കീസിൻ്റെ ആളാണ്, ഇത് അച്ഛൻ്റെ ആളാണ്, ഇത് വികാരി അച്ഛൻ്റെ ആളാണ്, ഇത് ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, അപ്പോളോസിൻ്റെ ആളാണ്, പൗലോസ്ലിയുടെ ഭാഷ, ഇങ്ങനെ പറയാൻ തുടങ്ങി. ഈ മുറിവുകൾ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അവിടെയാണ് മാർ ഇവാനിയോസ് പിതാവ് യേശുവിൻ്റെ ഈ രഹസ്യം മനസ്സിലാക്കി ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഈ കുർബാന അർപ്പിക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ ശമാശന്മാരും സിസ്റ്റേഴ്സൊക്കെ നമ്മൾ ഇതിനെ ഏറ്റെടുക്കേണ്ടത് മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഭാഷ തന്നെ ഒരല്പം വ്യത്യസ്തമായിട്ട് എടുക്കാം. 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. DIKW. ഇതിന്ന് കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നതാണ്. DIKW, പിരമിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അതിങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. D സ്റ്റാൻഡ്സ് ഫോർ ഡേറ്റ. ഡേറ്റ നമ്മളുടെ കയ്യിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എന്തും ഡേറ്റ ആയിട്ടാണ് നമ്മളുടെ വരുന്നത്. അതിനുശേഷം അടുത്ത അക്ഷരമാണ് I, ഇൻഫർമേഷൻ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പണി കഴിഞ്ഞു. അടുത്ത 2 പണി നമ്മൾ അവരവരെ ഏറ്റെടുക്കണം. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മാർ ഇവാനിയോസ് പിതാവ് ഈ സ്ട്രക്ചറിലൂടെ പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്.
ഡേറ്റ എന്ന് പറയുന്നത് ഇൻഫർമേഷനായിട്ട് മാറുന്നത് എങ്ങനെയാണ്? എനിക്ക് ഡേറ്റ കിട്ടി, ഞാനിപ്പം പറയുകയാണ് 32 എന്ന് ഞാൻ പറഞ്ഞാൽ 32 എന്ന് പറഞ്ഞാൽ അത് ഇൻഫർമേഷനായോ ഡേറ്റ ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ? അത് ഡേറ്റ ആയുള്ളൂ. 32 എന്ന് പറഞ്ഞാൽ അത് ഡേറ്റ മാത്രമാണ്. അത് ഇൻഫർമേഷനായിട്ട് മാറുന്നത് ഇങ്ങനെയാണ്. ഇന്ന് ഇവിടുത്തെ താപം, ചൂട് 32 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത് ഇൻഫർമേഷനായി. അതെനിക്ക് ഇൻഫർമേഷൻ, ഓ അത് ശരി, അതുകൊണ്ടാണ് ഇത്രയും ചൂടെടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ തുടങ്ങും. ഇതുപോലെ ബൈബിളിൽ കിടക്കുന്ന ഈ ഡേറ്റ മാർ ഇവാനിയോസ് പിതാവ് വായിച്ചപ്പോൾ താൻ ജീവിക്കുന്ന സ്ഥലത്തെ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് ഇൻഫർമേഷനായിട്ട് മാറി. താൻ ജീവിക്കുന്ന സഭയിലെ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് ഇൻഫർമേഷനായിട്ട് മാറി. അടുത്തതാണ് ഡേറ്റ കഴിഞ്ഞു, ഇൻഫർമേഷൻ കഴിഞ്ഞു, അടുത്തത് നോളജായി മാറുകയാണ്. കെ നോളജായി മാറുന്നു. എങ്ങനെയാണ് നോളജായി മാറുന്നത്? അത് അവനവൻ ചിന്തിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മൾ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട്, അവിടെ നിന്ന് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അറിവ് കിട്ടുന്നു എന്നാ. അല്ല, അവിടുന്ന് അറിവല്ല കിട്ടുന്നത്, ഡേറ്റയും ഇൻഫർമേഷനും മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇത് എൻ്റെ സ്വന്തമായി മാറുമ്പോഴാണ്, എൻ്റെ ജീവിതത്തിൽ ഇതിന് അർത്ഥമായി മാറുമ്പോഴാണ് അത് നോളജ് ആകുന്നത്, എനിക്ക് അറിവാകുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ജീവിക്കാൻ പറ്റും എനിക്ക്, ഞാൻ നിൽക്കുന്ന സ്ഥലം ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ സാവകാശം അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അതെനിക്ക് അറിവായി മാറും. ഇന്ന് നമ്മളുടെ ഇരിക്കുന്ന മൊബൈൽ ലോകം, വേൾഡ് വൈഡ് വെബിൻ്റെ ലോകം, അതും ഡേറ്റയും ഇൻഫർമേഷനുമേ എനിക്ക് തരുന്നുള്ളൂ. അത് ഞാൻ അതിനകത്ത് കയറി ജീവിക്കുമ്പോൾ അതെനിക്ക് അറിവുള്ളതായി തീരും. ഇനി ഏറ്റവും ഉയർന്ന തലമാണ് മാർ ഇവാനിയോസ് പിതാവ് തിരഞ്ഞെടുത്തത്. ഈ 3 തലം കഴിഞ്ഞിട്ട് വിസ്ഡത്തിലേക്ക് പോയി. വിസ്ഡം. അപ്പോൾ DIKW വിസ്ഡം. എന്താണ് ഈ വിസ്ഡം? വിസ്ഡമാണ് വ്യത്യാസം. ഇന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ എന്നെ തന്നെ, എനിക്ക് കിട്ടിയ ഡേറ്റ, ഞാൻ മാറ്റിയെടുത്ത ഇൻഫർമേഷൻ, പിന്നീട് ഞാൻ തന്നെ അതിനെ സ്വന്തമാക്കി മാറ്റിയ അറിവ്, ഇതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ, കൂദാശ ജീവിതത്തിലൂടെ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നീടുള്ള ഓരോ യൂണിറ്റിയും, ഞാൻ മുമ്പ് പറഞ്ഞ പടിപടിയായിട്ട് ദൃശ്യ കൂട്ടായ്മ, അദൃശ്യ കൂട്ടായ്മ കണ്ടോ, എസ്കത്തോളജിക്കൽ യൂണിറ്റി, ക്രിസ്റ്റോളജിക്കൽ യൂണിറ്റി, ഇങ്ങനെ ഓരോന്നിലൂടെയും സാക്രമെൻ്റൽ യൂണിറ്റി, ഡോക്ട്രിനൽ യൂണിറ്റി, ഇതിലൂടെ ഞാൻ പതിയെ പ്രവേശിക്കുമ്പോൾ ഇതെനിക്ക് വിസ്ഡമായി മാറും. അങ്ങനെ ഞാൻ സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇതിൻ്റെ പുറകെ പോകുന്നു. വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ച് ഇതിൻ്റെ പുറകെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഈ ഒരു അറിവിൻ്റെ തലങ്ങളിലേക്ക് കടക്കുന്ന മാത്രമല്ല, ദൈവത്തിൻ്റെ കൃപയുടെ മുന്നിൽ അറിവിനെ, എൻ്റെ ഈ ഭൂമി ജീവിതത്തെ ഞാൻ കൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ് മാർ ഇവാനിയോസ് പിതാവ് ഇന്ന് നമ്മുടെ മുന്നിൽ സഭാ ഐക്യത്തിൻ്റെ നേതാവായി മാറാൻ കാരണം. അദ്ദേഹത്തെ പോലെ നമുക്കും പറയാം, ഒരു മുറിവെങ്കിലും ഉണക്കുന്നതിന് എൻ്റെ ശരീരം 1000 കഷ്ണങ്ങളായി മുറിക്കപ്പെടേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുമ്പോൾ ഗുഡ്ഗാവ് നമ്മളുടെ മിഷൻ രൂപതയെ കൂടി പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. തുടർന്ന് വരുന്ന 2 പ്രാർത്ഥനകൾ പ്രുമിയോൻ സെദ്ര ഹിന്ദിയിൽ ഞാനൊന്ന് ചൊല്ലാമെന്ന് വിചാരിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ പേടിക്കണ്ട, ആ സമയത്ത് മലയാളത്തിലല്ല ചൊല്ലുന്നത് എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അതോടൊപ്പം തന്നെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഗുഡ്ഗാവ് രൂപതയിൽ 5 ഭാഷകളിലാണ് കുർബാന ചൊല്ലപ്പെടുന്നത്. ഹിന്ദി, പഞ്ചാബി, ബംഗാളി, ഒഡിയ, പിന്നെ നോർത്ത് ഈസ്റ്റിൽ ത്രിപുരയിലുള്ള ഒരു ലോക്കൽ ലാംഗ്വേജ് കോക്ബ്രോക്ക് എന്ന് പറയുന്ന ഭാഷ. ഇത്രയും ഭാഷകളിലോട്ട് സഭ ഐക്യം അങ്ങോട്ട് ചെല്ലുകയാണ്. കർത്താവിൻ്റെ തൃത്വരഹസ്യം സാവകാശം സാക്രമെൻ്റൽ യൂണിറ്റി വഴി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് ശക്തിപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിനേക്കാളുപരി ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ ഗുഡ്ഗാവ് രൂപതയിലെ മിഷൻ പ്രവർത്തനങ്ങളെയും സഭയുടെ മുഴുവനായിട്ടുള്ള മിഷൻ പ്രവർത്തനങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.